നല്ല പേടിയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, സുദേവ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ദിശ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മള് വൈഷ്ണവിയുടെ കല്യാണത്തിനായിട്ടാണ് പോണ ഗൈസ്. നമ്മുടെ കൂടെ 3 വർഷം പഠിച്ച വൈഷ്ണവിയുടെ കല്യാണമാണ്. ലവ് മാരേജ് ആയിരുന്നു, കുറെ നാളുകൊണ്ടുള്ള ഒരു ലവ് ആയിരുന്നു. അപ്പൊ അവരുടെ കല്യാണത്തിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരുടെ കല്യാണത്തിന് പോയി അടിപൊളി വീഡിയോസ് ഒക്കെ എടുത്ത്, വ്ളോഗൊക്കെ എടുത്ത്, നല്ല റീൽസ് ഒക്കെ എടുത്ത് കുറെ പ്ലാനിങ് ഉണ്ട്. എല്ലാം നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷ. അതെ, ഞങ്ങള് ഈ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങള് കുറച്ച് ഗിഫ്റ്റ് ആയാലും അതെല്ലാം നമ്മൾ ഇതിൽ കാണിക്കുന്നതായിരിക്കും. വൈഷ്ണവിയെക്കാളും നമ്മളാണ് കല്യാണം ഒരുക്കങ്ങൾ കൂടുതൽ ചെയ്തതെന്ന് പറയാം. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പോഴാണ് തീരുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം സെറ്റായി ഒരുങ്ങി നമ്മളിനി പോവുകയാണ്. സംഭവം കടക്കിൽ കൊല്ലം ബോർഡർ വരെ പോകണം. വലിയൊരു യാത്രയുണ്ട് ഇനി. പോണൊഴിക്കുള്ള വിശേഷങ്ങൾ ഇനി പോണൊഴിക്കുക. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ആയാലും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന്റെ വ്ളോഗ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ എത്തിയതായാലും അത്യാവശ്യം പക്കയായിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പൊ നേരെ നമ്മളിപ്പോ രാവിലെ 9 മണിയായി, 11:30-12 മണിയാകുമ്പോഴാണ് മുഹൂർത്തം. എന്നാലും നമ്മൾ റിലാക്സ് ആയിട്ട് ഇവിടുന്ന് പെട്ടെന്ന് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ദിശ അങ്ങോട്ട് പോവാല്ലേ? വൈഷ്ണവിയുടെ കല്യാണത്തിൽ വെച്ച് കാണാം ഗായ്സ്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമ്മൾ വഴിയെ കാണിക്കാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കടക്കിലെത്തിയല്ലേ? കടക്കിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. കടക്കിലെത്തി. ഞങ്ങളിവിടെ കടയിൽ കയറി ജസ്റ്റ് പൈസ ഒക്കെ സെറ്റ് ചെയ്ത് ടോയ്ലറ്റൊക്കെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. എന്താണ് ദിശ നമ്മളെ പ്ലാനിങ്? എന്ന് പറഞ്ഞാൽ കല്യാണം അടിച്ച് പൊളിക്കുക. അത്യാവശ്യം കുറച്ച് വ്ളോഗ് എടുക്കുക, നല്ലൊരു റീൽ എടുക്കുക. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മൊമെന്റോ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ മൊമെന്റോ കൊടുക്കുമ്പോൾ ഉള്ള പുള്ളിക്കാരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതാണ് മെയിൻ സംഭവം അല്ലേ? പിന്നെ അപ്പൊ നമ്മള് കുറച്ചേരം ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. നമ്മൾ കുറച്ച് ഫ്രണ്ട്സും കൂടെ വരാനുണ്ട് ഗായ്സ്. വന്നിട്ട് നമ്മള് ഒരുമിച്ച് കയറുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അവർക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കല്യാണത്തിന് സ്ഥലത്തെത്തിയിരിക്കുകയാണ്. കുറെ നാൾക്ക് ശേഷം നമ്മള് നവനീതിനെ കണ്ടെത്തി. വാട്ടർ പോളോ ചാമ്പ്യൻ. നമുക്ക് നമ്മളിവിടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ എത്തിയുണ്ട്. എവിടെയാന്ന് ആരെയും കണ്ടില്ല, ഓരോ സ്ഥലത്തായിട്ടൊക്കെ നിൽക്കുകയാണ്. ദിശ, അടുത്ത് എന്താണ് പ്ലാൻ? അടുത്തത് ഇനി നമുക്ക് ഓരോരുത്തരെ കണ്ടുപിടിക്കാം. നവനീതിനെ മാത്രമേ കണ്ടുള്ളൂ, ബാക്കി കണ്ടുപിടിക്കണം. കല്യാണ പെണ്ണ് ഇതുവരെ കണ്ടില്ല. ഓക്കെ, അപ്പം നേരെ നമുക്ക് അകത്തോട്ട് പോവാം. ഹായ്, ഹലോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി വധുവിനെ കണ്ടിരിക്കുകയാണ്. നല്ല പേടിയുണ്ട്. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ലടാ. അവിടെ കയറി ഇരിക്കുന്നതിന്റെ ഒരു ടെൻഷൻ. പൊളിക്കാൻ പോവാ. ഇതൊക്കെ മാമിന്റെ ഫ്രണ്ട്. ഇതാണ് നമ്മുടെ വധുവിന്റെ ഫൈനൽ ലുക്ക്. ഇതാണ് നമ്മുടെ അനിയത്തി നേരത്തെ പറഞ്ഞാൽ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന്. ഇപ്പൊ നേരെ ബാക്കി കല്യാണത്തിന്റെ വിശേഷങ്ങളെ കാണാം. അപ്പൊ ഓക്കെ, റെഡി ആവും. ഓക്കെ, നമ്മള് വധുവിനെയൊക്കെ കണ്ടു. അതിനുശേഷം നമ്മളെ ക്ലാസ്സിലെ പിള്ളേരെല്ലാരും എത്തിയിട്ടുണ്ട്. ഇതാ ഭദ്ര എത്തിയിട്ടുണ്ട്, തസ്നി, ആദിത്യ, ഭവ്യ, നിതിൻ, ഇഷാൻ, അങ്ങനെ നമ്മളെല്ലാരും എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ തസ്നി, എന്താണ് ഈ ഒരു വിവാഹ നിമിഷത്തിൽ കൂട്ടുകാരിക്ക് പറയാനുള്ളത്? അതെ, ഞങ്ങളുടെ ബാച്ചിലെ രണ്ടാമത്തെ, ഞങ്ങള് ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന ഒരു കല്യാണമാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ആൻഡ് അവളെ കണ്ടപ്പോ എന്താ പറയേണ്ടത്, സന്തോഷം, ഭയങ്കര സന്തോഷം. കണ്ടു നിറഞ്ഞു. ഭദ്ര, എന്താണ് പറയാനുള്ളത്? അതെ, നമ്മളെ കൂടെ ക്ലാസ്സിലായിട്ട് പഠിച്ചൊരു കുട്ടി പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോ നമുക്കൊരു ഇമോഷണലി ഒരു ഇതല്ലേ? അതാണ് ടീച്ചർ മെയിൻ ആയിട്ട് പറഞ്ഞായിരുന്നു പല്ലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ. നമ്മൾ അടുത്ത നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബസ് കിട്ടിയില്ല, ബസ് ലേറ്റ് ആയി പോയി. ഇവിടെ എന്തെങ്കിലും പറയും, നീ എന്തെങ്കിലും പറയാം. സുഖാണോ? നമുക്ക് നേരെ അങ്ങോട്ട് മണ്ഡപം. നമ്മളോട് കട്ടക്ക് നിക്കണം കേട്ടോ.
ഇതൊക്കെ വധുവിന്റെ വീട്ടില് അവരുടെ ബന്ധുക്കാരാണ് ഇവിടെ മൊത്തം നിൽക്കുന്നത്. നമ്മളെ പിള്ളേരൊക്കെ അവിടെ കൊണ്ട് അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ബ്രൈഡ് ഇപ്പൊ ഇതുവഴി വരുന്നതായിരിക്കും. വൈഷ്ണവീര കല്യാണത്തിന് വേണ്ടി ഇത് നമ്മളെ നന്ദനയുടെ അനിയത്തി സന്ദീപ് ഉണ്ട്. കണ്ണോപ്പറേഷൻ എങ്ങനെയാണ് എത്തിയിരിക്കുന്നത്? മച്ചാൻ ഓപ്പറേഷൻ മാറ്റിച്ചിട്ടാ ഡെഡിക്കേഷൻ. അങ്ങനെ വൈഷ്ണവീര എൻട്രിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കൺകുളിരെ കാത്തിരിക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കുറവാണ്, അതാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. കൂട്ടുകാരിമാരെല്ലാരും ഇവിടെ ഇടാൻ വേണ്ടി എല്ലാരും റെഡിയായി നിൽക്കുകയാണ്. റെഡിയല്ലേ? എന്തിനാണ് പറയാനുള്ളത്? സന്തോഷമായി, മനസ്സ് നിറഞ്ഞു, സമാധാനം, സന്തോഷം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് കല്യാണത്തിനൊക്കെ പങ്കെടുത്തു. അത്യാവശ്യം ഫോട്ടോസ് ഒക്കെ എടുത്തു. നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തില്ലേ? നമ്മൾ ഏറ്റവും വലിയ ഗിഫ്റ്റ് കൊടുത്തത് തസ്നിയാണ്. തസ്നി അത് ഓണി LED TV. ഗൈസ്, നമ്മള് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. നമ്മൾ വിചാരിച്ച പോലെ അത്യാവശ്യം വീഡിയോസും സംഭവങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെ വേറെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. നമുക്കിനി നേരെ പോയി ഫുഡ് കഴിക്കണം. അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് ഇടണം. നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം കൂടെ ഇന്നത്തെ ദിവസമാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയ. അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം. അതേപോലെ തന്നെ സദ്യ കഴിക്കണം. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സദ്യ കഴിക്കാനാണ്. അപ്പൊ ആദ്യത്തെ വേറെ എന്താണ് നമ്മൾ അടുത്ത സദ്യ കഴിക്കണം, ഫോട്ടോ നടക്കണം. പുള്ളിക്കാരി ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് വന്നുകൊണ്ട് എന്നോട് പറഞ്ഞായിരുന്നു ഒരു റീൽ എടുത്തത്. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചാർജർ എടുക്കുന്നതായിരിക്കും. അപ്പൊ നേരെ നമുക്ക് ഫോട്ടോ എടുക്കാനും സദ്യ കഴിക്കാനായിട്ടും പോവാം. നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും കല്യാണ പെണ്ണും ചെറുക്കനേക്കാളും കൂടുതലാണ് ഫോട്ടോസാണ് നമ്മൾ എടുക്കാൻ. എല്ലാവരും എന്താ കപ്പിളും പേരൊക്കെ എടുക്കുന്നത്. നമ്മൾ സിംഗിൾ ആയിട്ട് നമ്മളോട് ഫോട്ടോ എടുക്കാൻ കാര്യമില്ല. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉള്ളൂ. അതും കുഴപ്പമില്ല, വിഷമമൊന്നുമില്ല. പോട്ടെ. ആണ്ടെ ഇവിടെ എന്തോ പോസിങ് ഐഡിയ ഒക്കെ കൊണ്ടുവന്നിട്ട് അവർ ഭയങ്കര പ്ലാനിങ്ങിലാണ്. നമുക്ക് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഒരു നീണ്ട ഫോട്ടോഷൂട്ടിന് ശേഷം പിള്ളേരെല്ലാവരും കൂടെ കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. എല്ലാരും തളന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇഷിനൊക്കെ തളന്ന് വയ്യ. ഇനിയിപ്പം നല്ല മോരും കൂട്ടിയൊരു ചോറ് കഴിക്കണം. നമ്മളെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം കൊണ്ട് നമ്മളെ കഴിക്കാനായിട്ട് പോവാണ്. നമ്മളെ ബാക്കിൽ വരിയായിട്ട് നിൽപ്പുണ്ട് എല്ലാരും. നമുക്ക് നേരെ പോയി കഴിച്ചിട്ട് വരാം. സദ്യ കഴിക്കാൻ പോകാനുള്ള ധൃതിയിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറെ പിള്ളേരൊക്കെ അങ്ങോട്ട് കയറി. സന്ദീപേ, സദ്യ കഴിക്കാൻ കയറാല്ലേ? ലക്ഷ്മിയൊക്കെ നമ്മളെ വിളിക്കാതെ ആദ്യമേ കയറി സദ്യ കഴിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ കല്യാണത്തിന് സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു. ദിശ സദ്യ കഴിക്കാൻ വന്നിരിക്കുകയാണ്. എടുത്ത് കഴിക്കണം. ഈ സാരിയും എല്ലാം കൂടെ വാരി വലിച്ച് ഈ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, അങ്ങനെ കല്യാണ പരിപാടികളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മള് ഫോട്ടോ എടുത്തു, സദ്യ കഴിച്ചു. അത്യാവശ്യം നമ്മള് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു. അടിപൊളിയായിരുന്നു. തസ്നി എങ്ങനെ ഉണ്ടായിരുന്നു?
കല്യാണം അതിഗംഭീരമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ആയിട്ടൊക്കെ ഇടുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ.